ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ഇരുന്നിലങ്കോട് മഹാദേവ ക്ഷേത്രത്തിൽ 30ാമത് വാർഷിക മഹാ അന്നദാനത്തിൽ ജാതിമത ഭേദമന്യേ കേരള, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള 6000-ഓളം ഭക്തജനങ്ങൾ പങ്കുചേർന്നു. മുള്ളൂർക്കരയുടെ പുണ്യസങ്കേതമായ ഇരുന്നിലങ്കോട് മഹാദേവ ക്ഷേത്രത്തിൽ ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ 30ാമത് വാർഷിക മഹാ അന്നദാനം ഭംഗിയായി നടന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ജാതിമത ഭേദമന്യേ 6000-ത്തിലധികം ഭക്തജനങ്ങളാണ് അന്നപ്രസാദം സ്വീകരിക്കാൻ ക്ഷേത്ര സന്നിധിയിലെത്തിയത്. മഴ സാധ്യത മുന്നിൽ കണ്ട് 2 സെറ്റുകളിലായി 500 പേർക്ക് ഒരേ സമയം സുഖമായി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്ന വിപുലമായ പന്തലും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുമാണ് ക്ഷേത്ര സമിതി ഒരുക്കിയിരുന്നത്. പുലർച്ചെ 5 മണിക്ക് നട തുറക്കലോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് 5:30 ഗണപതി ഹോമവും രാവിലെ 7 മണിക്ക് വിശേഷാൽ പൂജകളും നടന്നു. 8 മണിക്ക് രഞ്ജിത്ത് മച്ചാടാൻ പാർട്ടിയുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ അതിഗംഭീര ചെണ്ടമേളം ക്ഷേത്രമുറ്റത്തെ ഉത്സവ പ്രതീതിയിലാക്കി. രാവിലെ 9:30 മഹാ അന്നദാന വാർഷിക പരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടന്നു. ദേവസ്വം പാലിയം ഗ്രൂപ്പ് മാനേജർ വേണുഗോപാലൻ പാലിയത്ത് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് PS രാഘവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NS വർഗീസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിച്ചു. കേരളത്തിലെ തന്നെ വളരെ പ്രസിദ്ധി ആർജിച്ച ക്ഷേത്രമാണ്. തൃശ്ശൂർ ജില്ലയുടെ വടക്കേയറ്റം നീള നദിയോട് ചേർന്ന് നിൽക്കുന്ന മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിലെ ഇരുന്നിലങ്കോട് മഹാദേവ ക്ഷേത്രം. ഈ ക്ഷേത്രം വളരെ പ്രാചീനമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ധാരാളം ഭക്തജനങ്ങളെ ദൈനംദിനം വന്നു പോകുന്ന ഒരു ക്ഷേത്രമാണ്. കഴിഞ്ഞ 30 വർഷം മുൻപ് ക്ഷേത്രഭാരവാഹികൾ തുടങ്ങി വെച്ചതാണ് ഇവിടെ അന്നദാനം. അത് നാളിതുവരെയായി മുടങ്ങാതെ കണ്ട് കോവിഡ് കാലഘട്ടത്തിൽ പോലും ആ അന്നദാനം മുടങ്ങാതെ കണ്ട് ക്ഷേത്രക്ഷേമ ഭാരവാഹികൾക്ക് നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ 30ാമത്തെ വാർഷികമാണ് ഇന്ന് ഇവിടെ കൊണ്ടാടുന്നത്. വളരെ വിഭവസമൃദ്ധമായ സദ്യയാണ് ഭക്തജനങ്ങൾക്ക് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം കാലത്തെ 10 മണിക്ക് 10-10:30 മണിയോടുകൂടി തുടങ്ങിയതാണ്. ഇപ്പോഴും നല്ല തിരക്കാണ്. എന്തായിരുന്നാലും ഇതൊരു വലിയ പുണ്യപ്രവൃത്തി. അന്നദാനം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയൊരു പുണ്യപ്രവൃത്തിയാണ്. ആ പുണ്യപ്രവൃത്തിയിലെ പങ്കാളികളായിട്ടുള്ള ഈ ക്ഷേത്രക്ഷേമ സമിതിയുടെ ഭാരവാഹികളെ, ഇരുന്നിലങ്കോട് മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്ന ആ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളെ ഞാൻ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിന് വേണ്ടി മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സാവിത്രി രാജൻ, വാർഡംഗം PB സയന, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി PB സഫിയ, മുള്ളൂർക്കര വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് KA മുഹമ്മദ് എന്നിവരും വിവിധ രാഷ്ട്രീയ സാമൂഹിക നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. വിശിഷ്ടാതിഥികളെല്ലാം ഭക്തർക്കൊപ്പം അന്നപ്രസാദം കഴിച്ച ശേഷമാണ് മടങ്ങിയത്. ചടങ്ങിൽ ക്ഷേത്രം ജനറൽ സെക്രട്ടറി MV ദേവദാസൻ സ്വാഗതവും ട്രഷറർ VK ശിവദാസൻ നന്ദിയും രേഖപ്പെടുത്തി. ക്ഷേത്ര ഭാരവാഹികളും നാട്ടുകാരും സജീവമായി പങ്കെടുത്തതോടെ ഇത്തവണത്തെ വാർഷിക അന്നദാനം വൻ വിജയമായി മാറി. നമസ്കാരം, നമശിവായ. അന്നദാന ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞു. വളരെയധികം ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ഇവിടെ നടന്നു. ഇരുന്നിലങ്കോട് ട്രസ്റ്റ് വളരെ സ്തുത്യർഹമായിട്ടുള്ള രീതിയിൽ വളരെ 30 വർഷം കോവിഡ് സമയത്ത് പോലും അതിന് മുടക്കം വരുത്താത്ത രീതിയിൽ ഭംഗിയായിട്ടുള്ള ശ്ലാഘനീയമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ ട്രസ്റ്റിൻ്റെ കമ്മിറ്റി മെമ്പർമാരും എല്ലാവരും ചെയ്തിരിക്കുന്നത്. അതോടുകൂടി തന്നെ ഇവിടുത്തെ സ്ഥലത്തെ ഭക്തജനങ്ങളും അവരോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാവരും തന്നെ ഈ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് ഇതിൻ്റെ വിജയത്തിലേക്ക് എല്ലാ വർഷവും എല്ലാ ദിവസവും അവരവരുടെ കാര്യങ്ങൾ സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കുന്നത് വളരെയധികം ശ്ലാഘനീയമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവട്ടെ. മഹാദേവൻ്റെ കൃപ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ന്യൂസ് ഡെസ്ക് CCV.